ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2026 ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് 1 സാമുവൽ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നോക്കാം. സാമുവൽ 1-ാം അധ്യായം ശീർഷകം സാമുവലിൻ്റെ ജനനമാണ്. അപ്പം നമുക്ക് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. ഒന്നാമത്തെ വാക്യം: എഫ്രായിം മലനാട്ടിലെ റാമാതൈമിൽ സൂഫ് വംശജനായ എൽക്കാന എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ പിതാവ് യെറോഹാം ആയിരുന്നു. യെറോഹാം ഏലീഹുവിൻ്റെയും ഏലീഹു തോഹുവിൻ്റെയും തോഹു എഫ്രായിംകാരനായ സൂഫിൻ്റെയും പുത്രനായിരുന്നു. ഇതാണ് ഒന്നാമത്തെ വാക്യം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറുകൾ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം. എഫ്രായിം മലനാട്ടിലെ റാമാതൈമിൽ ഉണ്ടായിരുന്ന സൂഫ് വംശജനായ ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എൽക്കാന. പിന്നെ അടുത്തത്, എൽക്കാന ഏതു വംശജനായിരുന്നു? സൂഫ് വംശജനായിരുന്നു. എൽക്കാന എഫ്രായിം മലനാട്ടിലെ എവിടെയാണ് ഉണ്ടായിരുന്നത്? ഉത്തരം റാമാതൈമിൽ. അവന്റെ പിതാവ് യെറോഹാം ആയിരുന്നു. എൽക്കാനയുടെ പിതാവ് ആരായിരുന്നു? യെറോഹാം ആയിരുന്നു. യെറോഹാം ഏലീഹുവിൻ്റെയും ഏലീഹു തോഹുവിൻ്റെയും തോഹു എഫ്രായിംകാരനായ സൂഫിൻ്റെയും പുത്രനായിരുന്നു. അപ്പോൾ യെറോഹാം ആരുടെ പുത്രനായിരുന്നു? ഏലീഹുവിൻ്റെ പുത്രനായിരുന്നു. പിന്നെ ഏലീഹു തോഹുവിൻ്റെ പുത്രനായിരുന്നു. തോഹു ആരുടെ പുത്രനായിരുന്നു? സൂഫിൻ്റെ പുത്രനായിരുന്നു. ഇനി രണ്ടാമത്തെ വാക്യം നോക്കാം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീന്നായും. പെനീന്നായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. ഇതാണ് രണ്ടാമത്തെ വാക്യം. ഇതിൽ നമുക്ക് ചോദിക്കാവുന്നത്, എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഉത്തരം 2 ഭാര്യമാരുണ്ടായിരുന്നു. അവരാരെല്ലാമായിരുന്നു? 1 പെനീന്ന, 2 ഹന്ന. ഇവരായിരുന്നു എൽക്കാനയുടെ ഭാര്യമാര്. ഇനി പെനീന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇനി മൂന്നാമത്തെ വാക്യം നോക്കാം. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും അവിടുത്തേക്ക് ബലിയർപ്പിക്കാനുമായി വർഷം തോറും തൻ്റെ പട്ടണത്തിൽ നിന്ന് ഷീലോയിലേക്ക് പോകുമായിരുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനഹാസും ആയിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാര്. അപ്പൊ ഇതിൽ നിന്ന് ഈ മൂന്നാമത്തെ വാക്യത്തിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കാം. എൽക്കാന സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുവാനും ബലിയർപ്പിക്കുന്നതിനുമായി എവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത്? ഉത്തരം ഷീലോയിലേക്ക്. ഇത് തന്നെ തിരിച്ചു ചോദിക്കാം. സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കാനും ബലിയർപ്പിക്കുന്നതിനുമായിട്ട് ഷീലോയിലേക്ക് ആണ്ടുതോറും പോയിക്കൊണ്ടിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം എൽക്കാന. പിന്നെ ഇനി അവിടെ ഷീലോയിലെ കർത്താവിൻ്റെ പുരോഹിതന്മാരായിട്ടുണ്ടായിരുന്നത് ആരെല്ലാമായിരുന്നു? ഹോഫ്നിയും ഫിനഹാസും. ഹോഫ്നിയും ഫിനഹാസും ആരുടെ പുത്രന്മാരായിരുന്നു? ഏലിയുടെ പുത്രന്മാരായിരുന്നു. അവരായിരുന്നു ഷീലോയിലെ കർത്താവിൻ്റെ പുരോഹിതന്മാര്. ഇനി നാലാമത്തെ വാക്യം നോക്കാം. ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാന
ഭാര്യ പെനീന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു. ബലി അർപ്പിക്കുന്ന ദിവസം എൽക്കാന എന്താ ചെയ്തിരുന്നത്? ഭാര്യയായ പെനീന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നു. അപ്പൊ അതിൽ നിന്ന് ചോദിക്കാം, എൽക്കാന ഭാര്യ പെനീന്നായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ബലി അർപ്പിക്കുന്ന ദിവസം എന്താണ് കൊടുത്തിരുന്നത്? ഓഹരി അല്ലെ? ഓഹരി കൊടുത്തിരുന്നു. 5-ാമത്തെ വാക്യം നോക്കാം. ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരംശം മാത്രമേ നൽകിയിരുന്നുള്ളൂ. എന്തെന്നാൽ കർത്താവ് അവളെ വന്ധ്യയാക്കിയിരുന്നു. ഇതാണ് 5-ാമത്തെ വാക്യം. അപ്പോൾ ആരെയാണ് എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഹന്നായെ കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിലും അവൾക്ക് ഒരു ഓഹരി മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. അതിനെന്താ കാരണം എന്താ? കർത്താവ് ഹന്നായെ വന്ധ്യയാക്കിയിരുന്നു. ഹന്ന വന്ധ്യയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒരു ഓഹരി മാത്രമാണ് എൽക്കാന കൊടുത്തിരുന്നുള്ളൂ. 6-ാമത്തെ വാക്യം. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. ഹന്നായുടെ സപത്നി അവളെ വേദനിപ്പിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? അവൾ വന്ധ്യയായിരുന്നതുകൊണ്ട്. അവളെ പെനീന്ന വേദനിപ്പിച്ചിരുന്നു. 6-ാമത്തെ വാക്യം. വന്ധ്യത നിമിത്തം അവളുടെ സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. വന്ധ്യത നിമിത്തം ആരാണ് അവളെ വേദനിപ്പിച്ചിരുന്നത്? സപത്നി എന്ന് വെച്ചാൽ പെനീന്ന. 7-ാമത്തെ വാക്യം. ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അതാണ് 7-ാമത്തെ വാക്യം. അപ്പോൾ പെനീന്ന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത് എപ്പോഴൊക്കെയാണ്? ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ പെനീന്ന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. പെനീന്ന ഹന്നായെ പ്രകോപിപ്പിക്കുമ്പോൾ ഹന്ന എന്താണ് ചെയ്തിരുന്നത്? ഹന്ന കരയും, പിന്നെ ഭക്ഷണം കഴിക്കില്ല. കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയുമാണ് ഹന്ന ചെയ്തിരുന്നത്. എപ്പോൾ? പെനീന്ന ഹന്നായെ പ്രകോപിപ്പിക്കുമ്പോൾ. പെനീന്ന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത് എപ്പോഴാണ്? ആണ്ടുതോറും ബലി അർപ്പിക്കുന്നതിന് വേണ്ടി പോയിരുന്നപ്പോൾ. 8-ാമത്തെ വാക്യം. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? എൽക്കാന ഹന്നായോട് ചോദിച്ചതാണ്. അപ്പോൾ എൽക്കാന എന്തെല്ലാമാണ് ഹന്നായോട് ചോദിച്ചതെന്ന് ചോദിച്ചാൽ, നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? എന്ന് വെച്ചാൽ പുത്രന്മാരില്ല, മക്കളില്ല എന്നുള്ളൊരു ദുഃഖം വേണ്ട, നിനക്ക് ഞാൻ 10 പുത്രന്മാരിലും ഉപരിയാണ് എന്നാണ് എൽക്കാന ഹന്നായോട് പറഞ്ഞത്. ഇപ്പം ഈ 8 വാക്യങ്ങൾ പഠിച്ചില്ലേ? 8 വാക്യങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി ഈ 8 വാക്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോട്ട്സായിട്ട് എഴുതിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിനോടൊപ്പം വായിക്കാം. 1-ാമത്തെ ചോദ്യം. 1 സാമുവേൽ 1-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്താണ്? ഉത്തരം: സാമുവേലിൻ്റെ ജനനം. 2. എഫ്രായിം മലനാട്ടിലെ റാമാത്തൈമിൽ ഉണ്ടായിരുന്ന സൂഫ് വംശജനായ ആൾ ആരായിരുന്നു? ഉത്തരം: എൽക്കാന. 1-1. 3-ാമത്തെ ചോദ്യം. എൽക്കാന ഏത് വംശജനായിരുന്നു? ഉത്തരം: സൂഫ് വംശജൻ. 1-1 തന്നെയാണ്. 4.
എൽക്കാന ഉണ്ടായിരുന്നത് എവിടെയാണ്? ഉത്തരം എഫ്രായിം മലനാട്ടിലെ റാമാത്തൈമിൽ. 1-1. 5. എൽക്കാനയുടെ പിതാവിൻ്റെ പേരെന്ത്? ഉത്തരം യെറോഹാം. 1-1. 6. യെറോഹാം ആരുടെ പുത്രനായിരുന്നു? ഉത്തരം എലീഹുവിൻ്റെ. 1-1. 7. എലീഹു ആരുടെ പുത്രനായിരുന്നു? ഉത്തരം തോഹുവിൻ്റെ. 1-1. തോഹു ആരുടെ പുത്രനായിരുന്നു? ഉത്തരം സൂഫിൻ്റെ. 1-1 തന്നെയാണ്. ഇനി 9ാമത്തെ ചോദ്യം. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 2. 1-2. 10. എൽക്കാനയുടെ ഭാര്യമാരുടെ പേര് എന്തെല്ലാമായിരുന്നു? ഉത്തരം ഹന്ന, പെനീന. 1-2. 11. എൽക്കാനയ്ക്ക് ഏത് ഭാര്യയിലാണ് മക്കള് ഇല്ലാതിരുന്നത്? ഉത്തരം ഹന്നായിൽ. 1-2. 12. എൽക്കാനയ്ക്ക് ഏത് ഭാര്യയിലാണ് മക്കൾ ഉണ്ടായിരുന്നത്? ഉത്തരം പെനീനായിൽ. 1-2. 13. സൈന്യങ്ങളുടെ കർത്താവിനെ ആരാധിക്കുന്നതിനും ബലിയർപ്പിക്കുന്നതിനുമായി എൽക്കാന വർഷം തോറും പോയിരുന്നത് എവിടേക്കാണ്? ഉത്തരം ഷീലോയിലേക്ക്. 1-3. 14. സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ ആരാധിക്കുന്നതിനും അവിടുത്തേക്ക് ബലിയർപ്പിക്കുന്നതിനുമായി വർഷം തോറും ഷീലോയിലേക്ക് പോയിരുന്നത് ആരാണ്? ഉത്തരം എൽക്കാന. 1-3. 15. ഷീലോയിലെ കർത്താവിൻ്റെ പുരോഹിതന്മാർ ആരെല്ലാം ആയിരുന്നു? ഉത്തരം ഹോഫ്നിയും ഫിനഹാസും. 1-3. 16. ഹോഫ്നിയും ഫിനഹാസും ആരുടെ പുത്രന്മാരായിരുന്നു? ഉത്തരം ഏലിയുടെ പുത്രന്മാർ. 1-3. 17. എൽക്കാന തൻ്റെ ഭാര്യയായ പെനീനായ്ക്കും അവളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തിരുന്നത് എന്നാണ്? ഉത്തരം ബലിയർപ്പിക്കുന്ന ദിവസം. 1-4. 18. ബലിയർപ്പിക്കുന്ന ദിവസം എൽക്കാന തൻ്റെ ഭാര്യയായ പെനീനായ്ക്കും അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും എന്താണ് കൊടുത്തിരുന്നത്? ഉത്തരം ഓഹരി. 1-4. 19. എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഏത് ഭാര്യയെയാണ്? ഉത്തരം ഹന്നായെ. 1-5. 20. എൽക്കാന ഹന്നായ്ക്ക് എത്ര ഓഹരിയാണ് നൽകിയത്? ഉത്തരം ഒരംശം മാത്രം. 1-5. 21. ഹന്നായ്ക്ക് ഒരംശം മാത്രം നൽകാനുണ്ടായ കാരണം എന്താണ്? ഉത്തരം അവൾ വന്ധ്യയായിരുന്നത് കൊണ്ട്. 1-5. 22. ഹന്നായെ വന്ധ്യയാക്കിയത് ആരാണ്? ഉത്തരം കർത്താവ്. 23. ഹന്നായെ വേദനിപ്പിച്ചിരുന്നത് ആരാണ്? അവളുടെ സപത്നി. 1-6. 24. പെനീന ഹന്നായെ വേദനിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഹന്ന വന്ധ്യയായതുകൊണ്ട്. 1-6. 25. പെനീന ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നത് എപ്പോഴാണ്? ഉത്തരം ആണ്ടുതോറും കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ. 1-7. 26. പെനീന ഹന്നായെ പ്രകോപിപ്പിക്കുമ്പോൾ അവൾ എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം അവൾ കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. 1-7.
27. എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? ഇത് ആര് ആരോട് ചോദിച്ചതാണ്? ഉത്തരം എൽക്കാന ഭാര്യയായ ഹന്നായോട് ചോദിച്ചത്. 2:8. 28ാമത്തെ ചോദ്യം. ഞാൻ നിനക്ക് എത്ര പുത്രന്മാരിലും ഉപരിയല്ലേ എന്നാണ് എൽക്കാന ഹന്നായോട് ചോദിച്ചത്? ഉത്തരം 10 പുത്രന്മാരിലും. 2:8. അപ്പോൾ ഈ 1ാമത്തെ വാക്യം മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളുമാണിത്. ഇത് നിങ്ങൾ നല്ലോണം പഠിക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ബൈ.